ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എക്സാംസിന് ഫേസ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഇത് ഞാൻ തന്നെ യൂസ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ്. സോ അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദ ഫസ്റ്റ് ടിപ്പ് ഈസ് ഡോണ്ട് പാനിക്. എക്സാംസിന് പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പാനിക് ആവരുത്. നമ്മളുടെ മനസ്സിലുള്ള ടെൻഷനും നെർവസ്നെസ്സും നമ്മൾ പരമാവധി കുറയ്ക്കണം. നമ്മൾ കുറച്ചും കൂടി കാമായിട്ട് എക്സാംസിന് പോയി നേരിടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ റെഡി ആവുന്ന സമയത്തൊക്കെ പാട്ട് വെച്ചിട്ട് റെഡി ആവാറൊക്കെ ഉണ്ട്. എക്സാംസ് ഉള്ള സമയത്തായിരുന്നാലും ഞാനങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള ടെൻഷൻ കുറയും, ഞാൻ കുറച്ചും കൂടി കാമായിട്ട് വരും. അപ്പം അങ്ങനെ എക്സാമിന് പോകുന്ന സമയത്ത് പാനിക് ആവാണ്ടിരിക്കാനും പറ്റും. അങ്ങനെ ഈ ടെൻഷനിൽ നിന്നൊക്കെ വരുന്ന ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടല്ലോ, അത് പരമാവധി എനിക്ക് കുറയ്ക്കാൻ പറ്റും. സോ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഒരിക്കലും പാനിക് ആവരുത്. എക്സാം ഹാളിൽ കയറുന്ന സമയത്തായിരുന്നാലും അതായത് അവിടെ എക്സാം എഴുതുന്ന സമയത്തായിരുന്നാലും എപ്പോഴായിരുന്നാലും ഒരു തരത്തിലുള്ള പാനിക്കും ഉണ്ടാവരുത്. കാരണം എക്സാം എഴുതുന്ന സമയത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പ്രിപ്പയർ ചെയ്യുന്ന ടൈം. സോ ഈ രണ്ട് ടൈമും നമ്മൾ ടെൻഷൻ ഇല്ലാതെയും നെർവസ്നെസ് ഇല്ലാതെയും ഒക്കെ പോയിട്ട് ചെയ്യാന്ന് പറയുന്നത് അത് വളരെ നല്ല കാര്യമാണ്. അത് നമുക്ക് തന്നെ എക്സാം എഴുതുന്ന സമയത്ത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ ടെൻഷൻ ഇല്ലാണ്ട് പാനിക് ഇല്ലാണ്ട് നമുക്ക് എക്സാം എഴുതാൻ പോകാമെന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ പ്രിപ്പറേഷനിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് പാനിക് ആവാണ്ട് ഈ എക്സാം എഴുതാനായിട്ട് പറ്റും. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഇസ് യൂസ് കൂൾ ഓഫ് ടൈം എഫിഷ്യൻ്റ്ലി. കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് എപ്പോഴും കൂളായിട്ടിരിക്കാനുള്ള ടൈമല്ല, അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാനുള്ള ടൈമാണ്. സോ അതുകൊണ്ട് നമ്മളത് എഫിഷ്യൻ്റ്ലി തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഈ കൂൾ ഓഫ് ടൈമിൽ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എഴുതണം, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് പ്ലോട്ട് ചെയ്യാനുള്ള ടൈമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെ എഴുതണം, അങ്ങനെ ആൻസേഴ്സ് പ്ലോട്ട് ചെയ്യാനുള്ള ടൈമാണ്. ഇതേ സമയം കൂൾ ഓഫ് ടൈമിൽ നമുക്ക് ആദ്യം ഏത് ക്വസ്റ്റ്യൻസ് എഴുതണം, അങ്ങനെ ഓർഡർ ഓഫ് ക്വസ്റ്റ്യൻസും തീരുമാനിക്കാനുള്ള ടൈമാണ് ഈ ഒരു കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. സോ ഒരു കൂൾ ഓഫ് ടൈം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അത് വെറുതെ ഉറങ്ങി തീർക്കാനോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ എല്ലായിടത്തും നോക്കിയിരിക്കാനുള്ള ടൈമല്ല. അത് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിച്ച് നോക്കി അത് അനലൈസ് ചെയ്യാനുള്ള ടൈമാണ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് യൂസ് എക്സാം ടൈം എഫിഷ്യൻ്റ്ലി. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എക്സാം ടൈം എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും വേഗത്തിൽ എഴുതി തീർക്കുക എന്നല്ല അർത്ഥം. ഇത് രണ്ടും ആക്ച്വലി വെരി ഡിഫറെൻറ്റ് തിങ്സ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരെ ഈ വേഗത്തിൽ എഴുതി തീർക്കുക എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ എഫിഷ്യൻ്റ്ലി എഴുതി തീർക്കുക, എക്സാം എങ്ങനെയാണ് നമ്മൾ എഫിഷ്യൻ്റ്ലി എഴുതാൻ നമുക്ക് പറ്റാം, ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ സബ്ജക്റ്റും പഠിക്കേണ്ട രീതി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഓരോ സബ്ജക്റ്റും എക്സാം എഴുതേണ്ട രീതി. സോ ഫസ്റ്റ് എല്ലാ സബ്ജക്റ്റിലും ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കാം, എന്നിട്ട് അതിനെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി ലാംഗ്വേജ് പോലത്തെയുള്ള വിഷയങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം അതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പോലും അത് അടുത്ത സ്റ്റെപ്പിനെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. സോ അതുകൊണ്ട് ലാംഗ്വേജ് പോലത്തുള്ള വിഷയങ്ങൾ ഇത്തിരി ഫാസ്റ്റിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം നമുക്ക് ലാസ്റ്റ് ടൈം ഉണ്ടാവുമെന്ന് ഒരു തരത്തിലുള്ള ഉറപ്പില്ല. സോ അതുകൊണ്ട് ലാംഗ്വേജ് പോലത്തുള്ള സബ്ജക്റ്റ് നമ്മൾ ഇത്തിരി ഫാസ്റ്റിൽ എഴുതണം, ഇത്തിരി വേഗത്തിൽ എഴുതണം. ഓക്കെ, ആൻഡ് പക്ഷേ ഈ സ്ഥാനത്തൊക്കെ ഈ ഫിസിക്സും മാത്സും അതുപോലത്തെ ഒക്കെ ഒരു വിഷയമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെയാണെങ്കിൽ നമ്മൾ വേഗത്തിൽ എഴുതിയിട്ട് ഒരു ഉപകാരമില്ല. നമ്മൾ ഇങ്ങനെ പിടച്ച് എഴുതുന്നതിന് പകരം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് നമ്മളത് എങ്ങനെ എഴുതണം എന്ന് നമ്മൾ മനസ്സിൽ പ്ലോട്ട് ചെയ്യണം. അതനുസരിച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ എഴുതാനായിട്ട്, അതായത് ആൻസർ എഴുതാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പോൾ ഈ മാത്സ് ഫിസിക്സിലൊക്കെ തെറ്റുകളൊക്കെ വരാണെങ്കിൽ അത് നമ്മുടെ അടുത്ത സ്റ്റെപ്പിനെ ബാധിക്കുന്നതാണ്. സോ അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് കെയർഫുൾ ആവാനായിട്ട് ശ്രദ്ധിക്കാം. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് ആൻസർ ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ് ടു ടൈം. പല കുട്ടികളും വരുത്തിയിരിക്കുന്ന ഒരു സീരിയസ് മിസ്റ്റേക്കാണിത്. ഈ മലയാളം പോലുള്ള ലാംഗ്വേജ് സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ ഈ 2 മാർക്കിൻ്റെ ചോദ്യത്തിന് എസ്സേ കണക്കിന് എഴുതി വയ്ക്കും. ആൻഡ് അതേസമയം എസ്സേ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് അവരുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് കംപ്ലീറ്റ്ലി എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് മാത്സിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ തന്നെ പിടിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള സമയമാണ് നമ്മുടെ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള മിസ്റ്റേക്കുകൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. ഈ 2 മാർക്കിനൊക്കെ നമ്മൾ അതിലെന്താണോ പറഞ്ഞിട്ടുള്ളത് അത്ര തന്നെ എഴുതിയാൽ മതി. വേണമെങ്കിൽ ഒരു 1-2 വരി കൂടുതൽ എഴുതാം ഈ ലാംഗ്വേജ് വിഷയങ്ങൾക്കൊക്കെ ആണെങ്കിൽ. ആൻഡ് ബാക്കി സമയം നമ്മൾ കൂടുതൽ മറ്റ് ചോദ്യങ്ങൾക്ക്, അതായത് കൂടുതൽ മാർക്ക് കിട്ടുന്ന ചോദ്യങ്ങൾക്ക്
ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അവിടെ ഒരു തരത്തിലുള്ള മിസ്റ്റേക്ക് വരരുത്, കാരണം അവിടെയാണ് കൂടുതൽ മാർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഇനി മാത്സിൻ്റെ ഒക്കെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള മിസ്റ്റേക്ക് വരുമ്പോൾ അത് തന്നെ പിടിച്ചിരിക്കാതെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ വിടാം ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് റിവൈസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ കുറേ കുട്ടികളെ കണ്ടിട്ടുണ്ട് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ തലവെച്ച് കിടക്കുന്നത്. സോ അത് പൊട്ട കാര്യം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ ഒരു ടൈം നമുക്ക് നന്നായിട്ട് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മൾ എഴുതിയിട്ടുള്ള ആൻസർ ഷീറ്റ് അത് ഫുള്ള് നമ്മൾ ശരിയാണോ നോക്കുക, ആ ആൻസേഴ്സ് ഫുള്ള് ശരിയാണോ നോക്കുക. അപ്പോൾ നമുക്ക് വലിയ തരത്തിലുള്ള മിസ്റ്റേക്കുകളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അത് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് ആ ഒരു ടൈം അങ്ങനെ ആൻസേഴ്സൊക്കെ സൂക്ഷിച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ലേ എന്ന് നമ്മൾ കറക്റ്റായിട്ട് നോക്കേണ്ടത്. ഇപ്പോൾ ആൻസേഴ്സൊക്കെ കറക്റ്റായിട്ട് എഴുതി പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ തെറ്റാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നുവെങ്കിൽ അതിനേക്കാൾ നഷ്ടം നമുക്ക് വേറെ സംഭവിക്കാനില്ല. സോ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പറൊക്കെ കറക്റ്റായിട്ട് തന്നെയല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയിട്ടില്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ അനുസരിച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യൻസൊക്കെ എഴുതിയിട്ടില്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് 1-2 എഴുതാൻ പറ്റുകയാണെങ്കിൽ അതും കൂടി എഴുതാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻസ് പ്ലോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ എഴുതണം അതിൻ്റെ സൈഡിൽ ഇങ്ങനെ നമ്മൾ ടിക്ക് ഇട്ടിട്ട് പോവാം. ആൻഡ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്തെങ്കിലും അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സൈഡിൽ ഒരു വട്ടം വരച്ചിട്ട് പോവാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എക്സാമൊക്കെ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ടിക്ക് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ നമ്പറും അത് നമ്മളിവിടെ എഴുതിയിട്ടില്ലേ, ആ ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ ആൻസർ ചെയ്തിട്ടില്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ റൗണ്ട് ഇട്ട് കൊടുത്ത് നമ്മൾ സർക്കിൾ ചെയ്ത് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മളത് അറ്റംപ്റ്റ് ചെയ്യണം. സോ ഇത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. കാരണം പല ആൾക്കാരുടെയും മാർക്ക്, അതായത് പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ ഈ സമയത്ത് നോട്ടീസ് ചെയ്യും. സോ അത് നമ്മുടെ മാർക്ക് കൂട്ടുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സാം കഴിഞ്ഞിട്ടുള്ള ടൈമും എഫിഷ്യൻ്റ്ലി തന്നെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാം. സോ ഓക്കെ, ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ്. ആൻഡ് അടുത്ത എക്സാമിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വർക്കാവുകയാണെങ്കിൽ ഓക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.